ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ രാവിലെ വന്നു കിച്ചണിൽ കയറി നല്ല അടിപൊളി ചായ കുടിക്കാൻ വേണ്ടി ചായ ഇടണം കേട്ടോ. അപ്പോൾ ഒത്തിരി ദിവസമായി അപ്പോൾ രാവിലെ ചായ കുടിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഇത് സാറ്റർഡേ ആണ് കേട്ടോ, ശനിയാഴ്ച. അപ്പം ഞാൻ വിചാരിച്ചെന്ന് സമയമുണ്ടല്ലോ, മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് നല്ല സ്ട്രോങ് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല സ്ട്രോങ് ചായ ഇട്ട് ഒരു ഇഞ്ചിയൊക്കെ അല്പം ചതച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. ഇനി ഇതാ രാവിലത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങണേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നും പ്രത്യേകിച്ച് ഇങ്ങനെ സമയം വേണ്ടല്ലോ, നമുക്ക് സമയത്തിന് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. മക്കളൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് അവധിയായിട്ട് അവരിനി ഇത്തിരി കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടേ എണീക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടേക്ക് ഒന്നൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. മുറ്റം ഫ്രണ്ട് ഏരിയയല്ലേ, അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ ആ പൊടിയും ചെളിയും ഒക്കെ ഒന്ന് നല്ലതായിട്ട് മാറിക്കിട്ടി. കുറച്ച് ഇലകളാണ് കേട്ടോ, പേരയില. അങ്ങനെ അത്യാവശ്യം മരങ്ങളൊന്നും ഞങ്ങളെ മുറ്റത്തില്ല, ഒരു പേര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം അങ്ങനെ ചവറൊന്നും കാണത്തില്ല, പൊടി അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് അതെല്ലാം മാറിക്കിട്ടി. അങ്ങനെതാ ഞാൻ ആ ഇലയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. എൻ്റെ അങ്കിളിൻ്റെ മോളെ കല്യാണമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ഇട്ടില്ല, എല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഞാൻ അതാ ഇപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് ഞാൻ പിന്നെ വീട്ടിനകത്ത് വന്ന് കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ ഗ്രീൻ ബീൻസ് മുട്ടക്കറിയാണ്, പക്ഷേ അതിലേക്ക് ഒരു 2 പിടി ഗ്രീൻ ബീൻസ് കുതിർത്തത്, പിന്നെ ഒരു 3 വലിയ സവാളയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കട്ടോ. ഇത് ഞങ്ങൾ സാധാരണ ഒരു വിസ്മയ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മുട്ടക്കുറുമയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു 2 പിടി ഗ്രീൻ ബീൻസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ അത് കുക്കറിലൊന്ന് വേവാൻ വെച്ച്, ഗ്രീൻ ബീൻസും സവാള അത് വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കാം. ഓയിലിൽ ചൂടാകുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ, പച്ചമണം മാറ്റിയെടുക്കുക. അത് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസും സവാളയൊക്കെ നല്ല വെന്ത് വരണം. ഈ സവാള നല്ല വെന്ത് വരണം, അതാണ് ഈ മുട്ട റോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പിടി തേങ്ങയും ഒരു 2 കുരുമുളക്, 2-3, അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 കുരുമുളക് ഇട്ടിട്ടുള്ളൂ. അതും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി ഈ സമയത്ത് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കണം. അങ്ങനെ ഇതാ 2 കപ്പ് മാവ്, ആട്ടമാവാണ്. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, ഉപ്പും കൂടെ ചേർത്ത വെള്ളമാണേ, അതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലാത്ത സമയത്ത് രാവിലെ പറ്റത്തില്ല. അങ്ങനെ അടിപൊളി ചപ്പാത്തിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ച്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വിചാരിച്ച്, അപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് സാധാരണ ഇതുപോലെ വലയൊക്കെ അടിക്കാറുള്ളത്, പുറത്തായാലും അകത്തായാലും. അന്ന് നമുക്ക് സമയം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നിതാ വലയൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ സാധാരണ തറയൊക്കെ ഒന്ന് തൂത്ത് തുടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ വലയൊക്കെ അടിക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ചാൽ നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും, വലയൊന്നും കെട്ടില്ല. ആഴ്ചയിൽ ഒരിക്കൽ മതി കേട്ടോ, നമുക്ക് എന്നും ഒന്നും വല അടിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഫാനിൻ്റെ വലയും മൊത്തത്തിലൊന്ന്. ഇപ്പോൾ എല്ലാ മുറിയും ഹാളും ഒന്നും നമുക്കിപ്പോൾ വലയടിക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്നത് പോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ശനി ഞായറുമായിട്ടൊക്കെ വലയൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കുക 2 ദിവസം കൊണ്ട്. ഒരു ദിവസം പറ്റാത്തവർ അങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം വലയൊക്കെ അടിച്ച് നല്ലതായിട്ട് തൂത്തെടുക്കണം കേട്ടോ. അപ്പോൾ തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കണത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കളഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് ഫിഷൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ കൊഞ്ച് പൊടിയുണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ തോരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഒരു പാന് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. എത്രത്തോളം ആ വെള്ളം അംശം കുറയോ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ വലയടിക്കാൻ പോയ സമയത്ത് ഇത് കഴുകി ഇതുപോലെ ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടി. ഇനി ഇതാ ഈ പരുവാകുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ, അതൊന്ന് തണുക്കണം. ഇനി നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളി, ഒരു അല്പ പുളിയാണ് കേട്ടോ, ഒരു പുളി രസം കൂടെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ പുളിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. വേറെ കറി ഇല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ കൊഞ്ചിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചോറ് കഴിക്കാൻ പിന്നെ വേറെ കറിയൊന്നും കുട്ടികൾക്ക് വേണ്ടായിരുന്നു കേട്ടോ. അവർ ഇത് അച്ചാറൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ അത് നല്ലതായിട്ട് റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചു. ഇനിതാ എനിക്കൊരു കടച്ചക്ക ഇട്ടിട്ടുണ്ട്, ചീമച്ചക്ക. ഇപ്പം അതില്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം പൊട്ടറ്റോ എടുക്കാം. സവാളയും മഞ്ഞളും ഉപ്പും വെള്ളം ഒഴിച്ച് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവുന്ന സമയത്ത് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും മാത്രം ഇട്ട് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ കടച്ചക്ക എന്ന് പറയുന്നത് ശീമച്ചക്ക, അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പൊട്ടറ്റോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി കടുവും കൂടെ താളിക്കുമ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പം ഞാൻ ഇതിൽ പകുതി കറി പ്രത്യേകവും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ഇത്രയും ചിലവാകില്ലല്ലോ. അപ്പോൾ ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും കൂടെയാണ് ഞാൻ ഇത്രയും വയ്ക്കുന്നത്. ഒരു നേരത്തേക്ക് ഇത്രയും ചിലവാകില്ല. അപ്പോൾ കുറച്ച് കോരി തണുക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും. ഇത് നമുക്ക് ഉച്ചത്തേക്കും വേണ്ടിയാണ് എടുത്തു വച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചത്തേക്കും രാത്രിയത്തേക്കും ഇവിടെ കണക്കാക്കി വയ്ക്കുമ്പോൾ അത് നമ്മളെ ജോലി എളുപ്പവും. അപ്പോൾ വൈകിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാപ്പി ആയിരിക്കും. അപ്പോൾ ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. അങ്ങനെ ഞാൻ ഇതുപോലെ പൊട്ടറ്റോയോ ഇങ്ങനെയുള്ള കറിയൊക്കെ വയ്ക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് ഇവിടെ വയ്ക്കും. എന്നിട്ട് പകുതി മാറ്റി വയ്ക്കും. ഇനി അതെല്ലാം അത് ഓരോ പാത്രങ്ങളിലാക്കി മാറ്റി വർക്ക് ഏരിയയിൽ മാറ്റിയിട്ട് എല്ലാ പാത്രങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അടുക്കളയിലുള്ള പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കറിയുമായി. ഇനി എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കി എടുക്കുന്ന ജോലിയുള്ളൂ. പിന്നെ വൈകുന്നേരം സ്നാക്സ് കുറച്ച് ബേക്കറി ഐറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം ജോലിയില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു 11 മണിയായതേ ഉള്ളൂ ഇപ്പോൾ സമയം. അങ്ങനെ ഇതെല്ലാം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വെച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായി ഇടുക. അങ്ങനെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ ആ സിങ്കും ആ പൈപ്പും എല്ലാം ഒന്ന് കഴുകി നീറ്റാക്കിയിട്ട് നമ്മളെപ്പോഴും പാത്രം കഴുകാൻ നിന്നാലും നമ്മുടെ ആ സിങ്കും പൈപ്പും ഒക്കെ ഒന്ന് കഴുകട്ടെ. നമ്മൾ ഈ പാത്രം കഴുകുന്നതിൻ്റെ വേസ്റ്റും ഒക്കെ അതിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മളത് കാണത്തില്ല. പക്ഷേ അത് അവിടെ ഇരുന്ന് ഉണങ്ങിയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇരട്ടി ജോലിയായിരിക്കും. അതുകൊണ്ട് എപ്പോൾ പാത്രം കഴുകിയാലും നമ്മൾ ഈ സിങ്കും പൈപ്പും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക. അതിനുശേഷം ഒരു തുണി കൊണ്ട് നല്ലതായിട്ട് തുടച്ച് ഉണക്കിയിടുക. നമ്മൾ ആ ഉണങ്ങി കിടക്കുന്ന സിങ്ക് കാണുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഇത് തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഇതുപോലെ ചെടികളും സ്പൂൺ ഇടുന്നത്, കപ്പ്, നമ്മുടെ മിക്സി അതൊക്കെ വയ്ക്കുന്നതാണല്ലോ കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് തുടച്ചിടുക. അപ്പം നമ്മൾ അവിടെ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും എന്തായാലും പൊടിയും നമ്മൾ മിക്സി അരയ്ക്കുന്നതിൻ്റെ അരപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ തെറിച്ച് അവിടെ ഉണങ്ങിയിരിക്കുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഇല്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടട്ടെ. അപ്പോൾ എന്താ ഞാനും എല്ലാം ഒന്ന് തുടച്ച്, ഞാൻ 2 ദിവസമായി, അതുകൊണ്ടാണ് ഇന്ന് പിന്നെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള ജോലിയും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി വൈകുന്നേരം അരി അരയ്ക്കാനുണ്ട്. അതിനുള്ള ഉഴുന്നും
അരിയൊക്കെ വെള്ളത്തിലിടണം കേട്ടോ. ഞാൻ ഉഴുന്നും റാഹിയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.